മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ശേഷം വലിയൊരു ചരിത്ര നിമിഷമാണ് ഇന്ന് വയനാട് കലക്ട്രേറ്റ് സാക്ഷ്യം വഹിച്ചത്. ഉരുൾ ദുരന്തത്തിൽ കുടുംബത്തിൽ 9 പേരെ നഷ്ടപ്പെട്ട ശ്രുതി ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. LDF കൺവീനർ CK ശശീന്ദ്രനും CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബുവും എല്ലാം ചേർന്ന് ശ്രുതിയെ കലക്ട്രേറ്റിലേക്ക് എത്തിക്കുകയും കലക്ട്രേറ്റിലെത്തിയ ശ്രുതി ജില്ലാ കലക്ടർ ഇന്ന് ഇല്ലാതിരുന്നതിനാൽ ADM K ദേവയ്ക്ക് മുമ്പാകെ ഹാജരാവുകയും ജോലിയിൽ പ്രവേശിക്കുന്ന സന്തോഷകരമായ ആ മുഹൂർത്തത്തിനാണ് എല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മാധ്യമപ്രവർത്തകരെല്ലാം എത്തിയിട്ടുണ്ട്. LDF നേതാക്കളുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ, വിവിധ സർവീസ് സംഘടനാ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ശ്രുതിക്ക് നിയമന ഉത്തരവ്, മന്ത്രിസഭാ യോഗ തീരുമാനത്തെ തുടർന്നുള്ള നിയമന ഉത്തരവ് ലഭിച്ചത്. 15 ദിവസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കണമെന്നായിരുന്നു നിബന്ധന. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ ശ്രുതി തീരുമാനമെടുക്കുകയായിരുന്നു. റവന്യൂ വകുപ്പിലാണ് നിയമനമുള്ളത്. ADM K ദേവയ്ക്ക് മുമ്പാകെയാണ് ആദ്യം ശ്രുതിയും സുഹൃത്തുക്കളുമെല്ലാം എത്തിയത്. അതിനുശേഷം നിയമന ഉത്തരവ് വായിച്ച ശേഷം PG സെക്ഷനിൽ, തപാൽ സെക്ഷനിൽ ശ്രുതിക്ക് നിയമനം നൽകുന്നതായി ADM അറിയിക്കുകയുണ്ടായി. ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സംബന്ധിച്ച്. സർക്കാർ നൽകിയ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ്. പിന്നീട് ഡെപ്യൂട്ടി തഹസിൽദാർ മുമ്പാകെ എത്തി ഹാജർ ബുക്കിൽ ശ്രുതി ഒപ്പിടാൻ പോവുകയാണ്. ആദ്യമായി സർക്കാർ ജോലിയിൽ സർക്കാരിൻ്റെ ഹാജർ ബുക്കിൽ ശ്രുതി ഒപ്പിടുകയാണ്. ഡെപ്യൂട്ടി കലക്ടർ മുമ്പാകെയാണ് ആ ഹാജർ രജിസ്റ്റർ ഉള്ളത്. റവന്യൂ വകുപ്പിൻ്റെ വയനാട് കലക്ട്രേറ്റിലെ റവന്യൂ വകുപ്പിൻ്റെ ഹാജർ രജിസ്റ്ററിലാണ് ശ്രുതി ഒപ്പിടുന്ന ആ സുവർണ നിമിഷമുള്ളത്. ജോലി ലഭിച്ച സന്തോഷമുണ്ടെങ്കിലും ഏറെ ദുഃഖത്തോടെയാണ് ശ്രുതി കലക്ട്രേറ്റിൻ്റെ പടി നടന്നു കയറിയത്. ആ ദുഃഖഭാരം മുഴുവൻ മുഖത്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ വാക്ക് നിറവേറ്റിയതിലും ജോലി ലഭിച്ചതിലുമുള്ള സന്തോഷവും ഉണ്ടായിരുന്നു. നന്ദി പറയാണ്. ഓരോരുത്തരെ എടുത്തു പറയേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവരും ഒരേപോലെ തന്നെ എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയും. രാജൻ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ ഒരു ജോലി ആയതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിട്ട് നിന്നിട്ടുണ്ട്. മിനിസ്റ്ററിന്റെ ഭരണ തൊട്ട് മുന്നേ വിളിച്ചപ്പോൾ സാറ് വരാം, ഇനി വരുമ്പോൾ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് കുറെ അഭിനന്ദനങ്ങളും പറഞ്ഞു. എല്ലാവരോടും ഇന്നാവുന്നില്ല, എല്ലാവരോടും നന്ദി പറയും. ഈ ജോലി തുടരുന്നത് എങ്ങനെയാ? അപ്പം ശാരീരിക സ്ഥിതി അടുത്ത ജോലിക്ക് വരാൻ തുടരാൻ പറ്റുമോ? അതോ കുറച്ച് സമയം റെസ്റ്റ് ആവശ്യം ഉണ്ടാവുക? ഓൾറെഡി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. കൂടുതൽ നടക്കാണ്ട് ഇരുന്നാൽ മതി. അതുകൊണ്ട് ജോലിക്ക് വരും എന്തായാലും. സർവീസ് സംഘടനയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? സർവീസ് സംഘടനകൾ ധാരാളമുണ്ട്. നമ്മൾ ഗവൺമെന്റിൽ നിന്ന് വരുന്ന എല്ലാ തപാലുകളും അല്ലെങ്കിൽ ജനങ്ങളുടെ പരാതികൾ വരുന്ന എല്ലാ പരാതികളും വരുന്ന സെക്ഷനാണ് തപാൽ സെക്ഷൻ. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള പരാതികളാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്. അപ്പൊ അവിടേക്ക് നമ്മൾ പരാതി കൈമാറ്റം ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചവർ നടത്ത നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം നമ്മൾ കക്ഷികൾക്ക് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെക്ഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് എത്രയും വേഗം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് അതിനുള്ളിൽ പരിഹാരം കാണാനും കഴിയുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ അത് നമ്മൾ എന്താണ് പരാതികൾ, എങ്ങനെയാണ് വരുന്നത്, ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. തപാൽ സെക്ഷനിലേക്കാണ് നിയമനം ലഭിച്ച തപാൽ സെക്ഷനാണിത്. ഇത് കലക്ടറുടെ ചേംബറിനരികിൽ തന്നെയാണ് തപാൽ സെക്ഷൻ ഉള്ളത്. അവിടെ ക്ലർക്കായാണ് നിയമനം. PG2 എന്ന സീറ്റിലാണ് ശ്രുതി ഇപ്പോൾ ഇരുന്നിട്ടുള്ളത്. ഇതാണ് ശ്രുതിയുടെ സീറ്റ്. സഹജീവനക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ സർവീസ് സംഘടനാ പ്രതിനിധികൾ എല്ലാവരും ഇവിടെയും എത്തിയിട്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ ഒട്ടേറെ ഉള്ളതിനാൽ എല്ലാവർക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാവരോടും ശ്രുതി നന്ദി പറഞ്ഞു. മന്ത്രി K രാജൻ രാവിലെ ശ്രുതിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ വരുമ്പോൾ കാണാമെന്നാണ് മന്ത്രി K രാജൻ അറിയിച്ചിട്ടുള്ളത് എന്നാണ് ശ്രുതി പറഞ്ഞത്. ഏതായാലും റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം
പുനരധിവാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ശ്രുതി അങ്ങനെ കേരള സർക്കാർ ജീവനക്കാരിയായി മാറിയിരിക്കുന്നത്. ചികിത്സ ഇനിയും ആവശ്യമുണ്ട്. ചികിത്സ തുടർന്ന് പൂർണ്ണ ആരോഗ്യവതിയായി ജോലിക്കെത്തേണ്ടതുണ്ട്. വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ശ്രുതിക്ക് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഒട്ടേറെ പേർ കൂടെയുണ്ട് എന്ന ഒരു തോന്നൽ, എല്ലാവരും കൂടെയുണ്ട് എന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ശ്രുതിക്കുള്ളത്. CPI ജില്ലാ സെക്രട്ടറി EJ ബാബു ആണ് ഫോണിൽ മന്ത്രിയോട് സംസാരിക്കുന്നത്. ഏതായാലും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ജില്ലാ കലക്ടറോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടുമെല്ലാം നന്ദിയുണ്ടെന്നും ജോലിയിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ശ്രുതിക്കും എല്ലാവർക്കും ഉള്ളത്. ആരോഗ്യ സംബന്ധമായ ചികിത്സകളെല്ലാം ഉണ്ടെങ്കിലും ജോലിക്ക് എന്തായാലും തുടർച്ചയായി തന്നെ തുടർന്നും എത്തും എന്നുള്ളതാണ് ശ്രുതി അറിയിച്ചിട്ടുള്ളത്. കലക്ട്രേറ്റിലെല്ലാം ഇന്ന് ശ്രുതി ജോയിൻ ചെയ്തതിൻ്റെ ആഘോഷങ്ങളെല്ലാം നടന്നിരുന്നു.